1-11-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ ആത്മീയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ ജോലിയാണ് മുഴുവൻ യൂണിവേഴ്സിനും ബാബയുടെ മെസ്സേജ് നൽകുക എന്നത്. ചോദ്യം: ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഏതൊരു പെരുമ്പറ മുഴക്കുകയും ഏതൊരു കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്യുന്നു? ഉത്തരം: നിങ്ങൾ പെരുമ്പറ മുഴക്കുന്നു. ഈ പുതിയ ദൈവിക രാജധാനി വീണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അനേകം ധർമ്മങ്ങളുടെ വിനാശം ഇപ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ സർവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. എല്ലാവരും നിശ്ചിന്തമായിരിക്കൂ. ഇത് ഇന്റർനാഷണൽ പ്രശ്നമാണ്. യുദ്ധം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. ഇതിനു ശേഷം ദൈവിക രാജധാനി വരും. ഓം ശാന്തി. ഇതാണ് ആത്മീയ യൂണിവേഴ്സിറ്റി. മുഴുവൻ യൂണിവേഴ്സിലെയും ഏതെല്ലാം ആത്മാക്കളുണ്ടോ, ആത്മാക്കൾ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. യൂണിവേഴ്സ് എന്നാൽ വിശ്വം. ഇപ്പോൾ നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് കുട്ടികളായ നിങ്ങളുടേതാണ്. ഇതാണ് ആത്മീയ യൂണിവേഴ്സിറ്റി. ശാരീരിക യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്നതേയില്ല. ഇതാണ് ഒരേ ഒരു ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി. എല്ലാ ആത്മാക്കൾക്കും ലെസൺ ലഭിക്കുന്നു. നിങ്ങളുടെ ഈ സന്ദേശം ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിലൂടെ എല്ലാവരിലും തീർച്ചയായും എത്തിച്ചേരേണ്ടതാണ്. മെസ്സേജ് കൊടുക്കണമല്ലോ. ഈ മെസ്സേജ് തികച്ചും സിമ്പിളാണ്. കുട്ടികൾക്കറിയാം, അത് നമ്മുടെ പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിനെ സർവരും ഓർമ്മിക്കുന്നു. അത് നമ്മുടെ പരിധിയില്ലാത്ത പ്രിയതമനാണ് എന്നും പറയാം. വിശ്വത്തിലെ ഏതെല്ലാം ജീവാത്മാക്കളുണ്ടോ അവർ ആ പ്രിയതമനെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ഈ പോയിന്റ്സ് നല്ല രീതിയിൽ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഫ്രഷ് ബുദ്ധിയായവർ ആരാണോ അവർക്ക് നന്നായി ധാരണ ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സിൽ ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവർ എല്ലാവരുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മനുഷ്യർ തന്നെയായിരിക്കുമല്ലോ പഠിക്കുക. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ഇതും അറിയുന്നു, നമ്മൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. 84 ലക്ഷത്തിൻ്റെ കാര്യമേ ഇല്ല. യൂണിവേഴ്സിൽ ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും ഈ സമയം പതീതമാണ്. ഇത് മോശമായ ലോകവും ദുഃഖധാമവുമാണ്. അവരെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ ഒരേ ഒരു ബാബ തന്നെയാണ്. ആ ഒന്നിനെ ലിബറേറ്റർ എന്നും പറയുന്നു. നിങ്ങൾ മുഴുവൻ യൂണിവേഴ്സിൻ്റെയും അഥവാ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ. ബാബ സർവരോടും പറയുന്നു, ഈ മെസ്സേജ് എത്തിച്ച ശേഷം വരൂ. ബാബയെ എല്ലാവരും ഓർമ്മിക്കുന്നു. ആ ഒന്നിനെ ഗൈഡ്, ലിബറേറ്റർ, മേഴ്സിഫുൾ, അതായത് ദയാമനസ്കൻ എന്നും പറയുന്നു. അനേകം ഭാഷകളുണ്ടല്ലോ. എല്ലാ ആത്മാക്കളും ഒന്നിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒന്ന് തന്നെ മുഴുവൻ യൂണിവേഴ്സിൻ്റെയും ടീച്ചറുമായല്ലോ. അച്ഛൻ തന്നെയാണ്. പക്ഷേ ആ ഒന്ന് നമ്മൾ ആത്മാക്കളെല്ലാവരുടെയും ടീച്ചറുമാണ്, ഗുരുവുമാണ് എന്നത് ആർക്കും അറിയില്ല. സർവരെയും ഗൈഡും ചെയ്യുന്നു. ഈ പരിധിയില്ലാത്ത ഗൈഡിനെ കേവലം നിങ്ങൾ കുട്ടികളാണ് അറിയുന്നത്. ബ്രാഹ്മണരായ നിങ്ങളല്ലാതെ ആരും തന്നെ അറിയുന്നില്ല. ആത്മാവ് എന്ത് വസ്തുവാണ് എന്ന് ആത്മാവിനെ കുറിച്ചും നിങ്ങൾ തന്നെയാണ് അറിഞ്ഞത്. ആത്മാവ് എന്ത് വസ്തുവാണ് എന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും പ്രത്യേകിച്ചും ഭാരതത്തിലും പൊതുവായി ലോകത്തിലും ഇല്ല. ഭൃഗുടിയുടെ മധ്യത്ത് അത്ഭുത നക്ഷത്രം തിളങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ യാതൊരു അറിവും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മാവ് അവിനാശിയാണ്. അതൊരിക്കലും വലുതോ ചെറുതോ ആകുന്നില്ല. നിങ്ങളുടെ ആത്മാവിനെ പോലെ തന്നെ ബാബയും ബിന്ദുവാണ്. ചെറുതോ വലുതോ അല്ല. ആ ഒന്ന് ആത്മാവ് തന്നെയാണ്. കേവലം പരം ആത്മാവാണ്, സുപ്രീം ആണ്. തീർച്ചയായും
സർവ ആത്മാക്കളും പരംധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. വീണ്ടും തൻ്റെ പരംധാമിലേക്ക് പോകുവാൻ പരിശ്രമിക്കുന്നു. പരംപിത പരമാത്മാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. കാരണം ആത്മാക്കളെ പരമപിതാവ് തന്നെയാണ് മുക്തിയിലേക്ക് അയച്ചിരുന്നത്. അതിനാൽ ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കുന്നു. ആത്മാവ് തന്നെയാണ് തമോ പ്രധാനമായത്. ഓർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലും അറിയില്ല. ഒരു കുട്ടി ബാബ എന്ന് പറയുന്നത് പോലെ അത്രമാത്രം. അതിന് ഒന്നും അറിയില്ല. നിങ്ങളും ബാബ മമ്മ എന്ന് പറയുന്നു, ഒന്നും അറിയുന്നില്ല. ഭാരതത്തിൽ ഒരു നാഷണാലിറ്റി ഉണ്ടായിരുന്നു. അതിനെ DT നാഷണാലിറ്റി എന്ന് പറയുന്നു. പിന്നീട് മറ്റുള്ളവരും അതിൽ എൻ്റർ ചെയ്തു, അതായത് പ്രവേശിച്ചു. ഇപ്പോൾ എത്ര അനേകമായി കഴിഞ്ഞു. അതിനാൽ ഇത്രയും വഴക്കും മറ്റും ഉണ്ടാകുന്നു. എവിടെയെല്ലാം അധികം പേർ പ്രവേശിച്ചുവോ അവരെ അവിടെ നിന്ന് മാറ്റുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വളരെയധികം വഴക്കുകൾ ഉണ്ടായിരിക്കുന്നു. അന്ധകാരവും വളരെയധികം ഉണ്ടായിക്കഴിഞ്ഞു. അല്പമൊക്കെ ലിമിറ്റും ഉണ്ടാകേണ്ടതാണല്ലോ. ആക്ടേഴ്സിനും ലിമിറ്റുണ്ട്. ഇതും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ഇതിൽ എത്ര ആക്ടേഴ്സ് ഉണ്ടോ അതിൽ കുറവോ കൂടുതലോ ഉണ്ടാവുക സാധ്യമല്ല. എല്ലാ ആക്ടേഴ്സിലും സ്റ്റേജിലേക്ക് വരുമ്പോൾ പിന്നെ അവർക്ക് തിരികെ പോവുകയും വേണം. ഏതെല്ലാം ആക്ടേഴ്സ് അവശേഷിക്കുന്നുണ്ടാകുമോ അവർ വന്നുകൊണ്ടും ഇരിക്കും. എത്ര തന്നെ കൺട്രോളും മറ്റും ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ചെയ്യുവാൻ സാധിക്കുന്നില്ല. പറയൂ, നമ്മൾ BKs ഇങ്ങനെയുള്ള ബർത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പിന്നെ ബാക്കി 9 ലക്ഷം അവശേഷിക്കും. പിന്നെ ആകെ ജനസംഖ്യ തന്നെ കുറയും. നമ്മൾ താങ്കൾക്ക് സത്യമാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകം അഥവാ പുതിയ വൃക്ഷം തീർച്ചയായും ചെറുത് തന്നെയായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം കൂടുതൽ തമോ പ്രധാനമായി കൊണ്ടിരിക്കുന്നു, വർധനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആക്ടേഴ്സ് ആരെല്ലാം വരാൻ പോകുന്നവരാണോ അവർ ഇവിടെ തന്നെ വന്ന് ശരീരം ധാരണ ചെയ്യും. ഈ കാര്യങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. ശ്രൂഢബുദ്ധി മനസ്സിലാക്കുന്നുണ്ട്. രാജധാനിയിലാകട്ടെ ഓരോ പ്രകാരത്തിലുമുള്ള പാർട്ട്ധാരികളുണ്ട്. സത്യയുഗത്തിൽ ഏതൊരു രാജധാനിയാണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ട്രാൻസ്ഫർ ആകും. നിങ്ങളിപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാന ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ പഠനം ഈ ലോകത്തേക്ക് വേണ്ടിയുള്ളതല്ല. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി മറ്റൊന്ന് ഉണ്ടാവുക സാധ്യമല്ല. ഗോഡ് ഫാദർ തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അമരലോകത്തേക്ക് വേണ്ടി പഠിപ്പിക്കുന്നു. ഈ മൃത്യുലോകം ഇല്ലാതാകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജധാനി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സ്ഥാപിതമായി ഇത് ആർക്കും തന്നെ അറിയില്ല. ബാബ എപ്പോഴും പറയുന്നു, എവിടെ നിങ്ങൾ പ്രഭാഷണം ചെയ്യുന്നുവോ അപ്പോൾ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം തീർച്ചയായും വെക്കണം. ഇതിൽ ഡേറ്റും തീർച്ചയായും എഴുതിയിട്ടുണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. പുതിയ വിശ്വത്തിൻ്റെ തുടക്കം മുതൽ 1250 വർഷം വരെ ഈ ഡിനൈസ്റ്റിയുടെ രാജ്യമായിരുന്നു. ക്രിസ്ത്യൻ ഡിനൈസ്റ്റിയുടെ രാജ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒന്നിനു പിന്നാലെ ഒന്നായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഈ ദേവത ഡിനൈസ്റ്റി ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമതൊന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ ഡിനൈസ്റ്റി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി സർവ്വതിൻ്റെയും വിനാശം ഉണ്ടാകണം. യുദ്ധവും മുന്നിൽ നിൽക്കുന്നു. ഭാഗവതത്തിലും മറ്റും ഇതിനെക്കുറിച്ചും കഥകൾ എഴുതിയിട്ടുണ്ട്. ബാല്യത്തിൽ ഈ കഥകളും മറ്റും കേട്ടു വന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം
ഈ രാജധാനി എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്? തീർച്ചയായും ബാബ തന്നെയാണ് രാജയോഗം പഠിപ്പിച്ചത്. ആരാണോ പാസ്സാകുന്നത് അവർ വിജയമാലയിലെ മണിയാകുന്നു. മറ്റാരും ഈ മാലയെക്കുറിച്ച് അറിയുന്നില്ല, നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. മുകളിൽ ബാബ നിൽക്കുന്നു. ആ ഒന്നിന് തൻ്റെതായ ശരീരമില്ല. പിന്നെ ബ്രഹ്മ, സരസ്വതി, സോ ലക്ഷ്മി നാരായണൻ. ആദ്യം വേണ്ടത് ബാബ, പിന്നെ ജോഡി. രുദ്രാക്ഷത്തിൻ്റെ മണികൾ ഉണ്ടായിരിക്കുന്നുവല്ലോ. നേപ്പാളിൽ ഒരു വൃക്ഷമുണ്ട്. അവിടെ നിന്നും ഈ രുദ്രാക്ഷത്തിൻ്റെ മണികൾ വരുന്നു. അവയിൽ യഥാർത്ഥമായതും ഉണ്ടായിരിക്കും. എത്ര ചെറുതാണോ അത്രയും വളരെയധികം വിലയുണ്ട്. ഇപ്പോൾ നിങ്ങൾ അർത്ഥത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ വിജയമാല അഥവാ റൂണ്ട്മാല ഉണ്ടാകുന്നു. ലോകത്തുള്ളവരാണെങ്കിൽ കേവലം മാല തിരിച്ച് തിരിച്ച് രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അർത്ഥമൊന്നുമില്ല. മാല ജപിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇതാണ് അജപാജപം. മുഖത്തിലൂടെ ഒന്നും പറയേണ്ടതില്ല. ഗീതവും സ്ഥൂലമാകുന്നു. കുട്ടികൾക്ക് കേവലം ബാബയെ ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഗീതവും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവിടെ മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. നിങ്ങൾക്ക് ശബ്ദത്തിനുപരി പോകണം. ബാബയുടെ ഡയറക്ഷൻ തന്നെ മന്മനാഭവ എന്നാണ്. ബാബ ഗീതം പാടുവാനോ ബഹളം വയ്ക്കുവാനോ ഒന്നും പറയുന്നില്ല. എൻ്റെ മഹിമ പാടേണ്ട ആവശ്യമേ ഇല്ല. ഇത് നിങ്ങൾക്കറിയാം. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖശാന്തിയുടെ സാഗരമാണ്. മനുഷ്യർ അറിയുന്നില്ല, വെറുതെ നാമം വച്ചിരിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റാരും തന്നെ അറിയുന്നില്ല. ബാബ തന്നെ വന്ന് തൻ്റെ നാമവും രൂപവും മറ്റും പറഞ്ഞു തരുന്നു. ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ ആത്മാക്കൾ എങ്ങനെയാണ് എന്ന്. നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നു പാർട്ട് അഭിനയിക്കുവാൻ. പകുതി കൽപ്പം ഭക്തി ചെയ്തു. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള പാർട്ടിലേക്ക് വരുന്നില്ല. ഞാൻ ദുഃഖത്തിൽ നിന്നും സുഖത്തിൽ നിന്നും വേറിട്ടതാണ്. നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു, പിന്നെ നിങ്ങൾ തന്നെ സത്യയുഗത്തിൽ സുഖം അനുഭവിക്കുന്നു. നിങ്ങളുടെ പാർട്ട് എന്നേക്കാളും ഉയർന്നതാണ്. ഞാനാണെങ്കിൽ പകുതി കൽപ്പം അവിടെ തന്നെ വിശ്രമത്തിൽ ഇരിക്കുന്നു. വാനപ്രസ്ഥത്തിൽ നിങ്ങൾ എന്നെ വിളിച്ചു വന്നു. ഞാൻ അവിടെ ഇരുന്ന് നിങ്ങളുടെ വിളി കേൾക്കുന്നു എന്നല്ല. എൻ്റെ പാർട്ട് തന്നെ ഈ സമയത്തിൻ്റെതാണ്. ഡ്രാമയുടെ പാർട്ടിനെ ഞാൻ അറിയുന്നു. ഇപ്പോൾ ഡ്രാമ പൂർത്തിയായിരിക്കുന്നു. എനിക്ക് പോയി പതീതരെ പാവനമാക്കാനുള്ള പാർട്ട് അഭിനയിക്കണം. മറ്റൊരു കാര്യവുമില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു പരമാത്മാവ് സർവശക്തിവാനാണ്, അന്തര്യാമിയാണ്, സർവരുടെയും ഉള്ളിൽ എന്തെല്ലാം നടക്കുന്നു അതറിയുന്നു എന്ന്. ബാബു പറയുന്നു, അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴാണോ തികച്ചും തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ ആക്യുറേറ്റ് ടൈം ആകുമ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. സാധാരണ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. കുട്ടികളായി നിങ്ങളെ വന്ന് ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ബ്രഹ്മാവിലൂടെ, അനേകം ധർമ്മങ്ങളുടെ വിനാശം ശങ്കറിലൂടെ. നിലവിളികൾക്ക് ശേഷം ജയ ജയഘോഷമുണ്ടാകും. എത്ര ജയ ജയഘോഷം ഉണ്ടാകേണ്ടതുണ്ട്? ആപത്തുകളിൽ മരിച്ചുകൊണ്ടിരിക്കും. നാച്ചുറൽ കലാമിറ്റീസിൻ്റെയും വളരെയധികം സഹായമുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ മനുഷ്യർ വളരെയധികം രോഗിയും ദുഃഖിതരും ആകുമായിരുന്നു. ബാബു പറയുന്നു, കുട്ടികളെ ദുഃഖിതരായി ഇരുന്നു പോകരുത്. അതിനാൽ നാച്ചുറൽ കലാമിറ്റീസും ഇങ്ങനെ ശക്തമായി വരുന്നു. അത് സർവ്വതും സമാപ്തമാക്കുന്നു. ബോംബുകൾ ഒന്നും തന്നെയല്ല. നാച്ചുറൽ കലാമിറ്റീസ് ആണ് വളരെയധികം സഹായിക്കുന്നത്. എർത്ത് ക്വേക്കിൽ അനേകം ഇല്ലാതാകും. ജലത്തിൻ്റെ 1-2 അലകൾ വന്നു, ഇത് ഇല്ലാതായി. സമുദ്രവും തീർച്ചയായും കുതിച്ചുയരും, ഭൂമിയെ വിഴുങ്ങും. ജലം 100 അടി കുതിച്ചുയരുകയാണെങ്കിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇതാണ് നിലവിളികളുടെ സീൻ. ഇങ്ങനെയുള്ള സീൻ
കാണുന്നതിനു വേണ്ടി ധൈര്യം ആവശ്യമാണ്. പ്രയത്നിക്കുകയും വേണം, നിർഭയരുമാകണം. കുട്ടികളായ നിങ്ങളിൽ അഹങ്കാരം തീർത്തും ഉണ്ടായിരിക്കുവാൻ പാടില്ല. ദേഹി അഭിമാനിയാകൂ. ദേഹി അഭിമാനി ആയിരിക്കുന്നവർ വളരെ മധുരമായിരിക്കും. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ നിരാകാരവും വിചിത്രവുമാണ്. ഇവിടെ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നു. എൻ്റെ മഹിമ നോക്കൂ, എത്രയാണ് ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അല്ലയോ ബാബ, പിന്നെ പറയുന്നു, പതീത ലോകത്തിലേക്ക് വരൂ എന്ന്. നിങ്ങൾ വളരെ നല്ല ക്ഷണം നൽകുന്നു. സ്വർഗത്തിൽ വന്ന് സുഖം കാണൂ എന്ന് പറയുന്നില്ല. ഹേ പതീത പാവന, നമ്മൾ പതീതമാണ്, നമ്മളെ പാവനമാക്കുവാനായി വരൂ എന്നാണ് പറയുന്നത്. ക്ഷണം നോക്കൂ എങ്ങനെയുള്ളതാണ്. പൂർണ്ണമായും തമോ പ്രധാനവും പതീതവുമായ ലോകത്തിൽ പിന്നെ പതീത ശരീരത്തിലാണ് വിളിക്കുന്നത്. ഭാരതവാസികൾ വളരെ നല്ല ക്ഷണം നൽകുന്നു. ഡ്രാമയിലെ രഹസ്യം തന്നെ ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിനും അറിയില്ലായിരുന്നു എൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ് എന്ന്. ബാബ പ്രവേശിച്ചു. അപ്പോഴാണ് പറയുന്നത്. ബാബ ഓരോ കാര്യത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു. ബ്രഹ്മാവിന് തന്നെയാണ് പത്നിയാകേണ്ടത്. ബാബ സ്വയം പറയുന്നു, ഇത് എൻ്റെ പത്നിയാണ്. ഞാൻ ഇതിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ സ്വന്തമാക്കുന്നു. ഇത് സത്യമായ വലിയ മാതാവായി, അത് അഡോപ്റ്റഡ് മാതാവായി. മാതാപിതാ എന്ന് നിങ്ങൾക്ക് ഈ ഒന്നിനെ പറയുവാൻ സാധിക്കും. ശിവ് ബാബയെ കേവലം ഫാദർ എന്ന് മാത്രമായിരിക്കും പറയുക. ഇതാണ് ബ്രഹ്മബാബ. മമ്മ ഗുപ്തമാണ്. ബ്രഹ്മാവ് മാതാവാണ്. പക്ഷെ ശരീരം പുരുഷൻ്റേതാണ്. ഇദ്ദേഹത്തിന് സംരക്ഷിക്കുവാൻ സാധിക്കില്ല. അതിനാൽ പുത്രിയെ അഡോപ്റ്റ് ചെയ്തു. പേര് മാതേശ്വരി എന്ന് വെച്ചു. ഹെഡായി. ഡ്രാമ അനുസരിച്ച് ഒരേ ഒരു സരസ്വതിയാണുള്ളത്. ബാക്കി ദുർഗ, കാളി തുടങ്ങിയവയെല്ലാം അനേകം നാമങ്ങളാണ്. മാതാപിതാവ് ഒന്ന് തന്നെയാണല്ലോ. നിങ്ങളെല്ലാം കുട്ടികളാണ്. ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് സരസ്വതി എന്ന മഹിമയുമുണ്ട്. നിങ്ങൾ കുമാരിമാരാണല്ലോ. നിങ്ങൾക്കും ധാരാളം നാമങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലും നമ്പർവാറായാണ് മനസ്സിലാക്കുക. പഠനത്തിലും നമ്പർവാർ ആയിരിക്കുമല്ലോ. ഒരാളെ പോലെ ആയിരിക്കില്ല ഇനിയൊരാൾ. ഇത് രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിനെ വിസ്താരത്തിൽ മനസ്സിലാക്കണം. വളരെയധികം പോയിന്റ്സ് ഉണ്ട്. ബാരിസ്റ്റർ പഠിക്കുന്നു, പിന്നെ അതിലും നമ്പർവാറാകുന്നു. ചില ബാരിസ്റ്റർ 2-3 ലക്ഷം സമ്പാദിക്കുന്നു. ചിലർ നോക്കൂ, കീറിയ വസ്ത്രമാണ് ധരിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഇത് ഇൻ്റർനാഷണൽ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. എല്ലാവരും നിശ്ചിന്തമായിരിക്കൂ. യുദ്ധം തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പെരുമ്പറ മുഴക്കുന്നു. പുതിയ ദൈവിക രാജധാനി വീണ്ടും സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. അനേകം ധർമ്മങ്ങളുടെ വിനാശമുണ്ടാകും. എത്ര ക്ലിയറാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഈ പ്രജകൾ രചിക്കപ്പെടുന്നു. പറയുന്നു, ഇതാണ് എൻ്റെ മുഖവംശാവലി. നിങ്ങൾ മുഖവംശാവലി ബ്രാഹ്മണരാണ്. അവർ കുഖവംശാവലി ബ്രാഹ്മണരാണ്. അതായത് വികാരത്തിലൂടെ ജനിക്കുന്നവർ. അവർ പൂജാരിയാണ്. നിങ്ങൾ ഇപ്പോൾ പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെ പൂജ്യ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ ഇപ്പോൾ പ്രകാശത്തിൻ്റെ കിരീടമില്ല. നിങ്ങളുടെ ആത്മാവ് എപ്പോൾ പവിത്രമാകുന്നുവോ അപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കും. ഈ ശരീരത്തിൽ നിങ്ങൾക്ക് പ്രകാശത്തിൻ്റെ കിരീടം നൽകുവാൻ സാധിക്കില്ല, ശോഭിക്കില്ല. ഈ സമയം നിങ്ങൾ മഹിമായോഗ്യമാണ്. ഈ സമയം ആരുടെയും ആത്മാവ് പവിത്രമല്ല.
അതിനാൽ ആരുടെയും മേൽ ഈ സമയം ലൈറ്റ് ഉണ്ടായിരിക്കുവാൻ പാടില്ല. ലൈറ്റ് സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. 2 കല കുറഞ്ഞവർക്ക് പോലും ഈ ലൈറ്റ് നൽകുവാൻ പാടില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ സ്ഥിതിയെ അന്തിമ വിനാശത്തിൻ്റെ സീൻ നോക്കുവാൻ സാധിക്കുന്ന വിധം അചഞ്ചലവും നിർഭയവുമാക്കണം. ദേഹി അഭിമാനി ആകുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. പുതിയ രാജധാനിയിൽ ഉയർന്ന പദവി നേടുന്നതിനായി പഠനത്തിൻ്റെ മേൽ പരിപൂർണ ശ്രദ്ധ നൽകണം. പാസ്സായി വിജയമാലയിലെ മണിയാകണം. വരദാനം: സദാ ഭഗവാന്റെയും ഭാഗ്യത്തിൻ്റെയും സ്മൃതിയിൽ ഇരിക്കുന്ന സർവശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ചൈതന്യ സ്വരൂപത്തിൽ ഭഗവാൻ കുട്ടികളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ എല്ലാവരും ഭഗവാന്റെ സേവനം ചെയ്യുന്നു. എന്നാൽ ഇവിടെ ചൈതന്യ ഠാക്കൂർമാരുടെ, അതായത് മഹാനുഭാവന്മാരുടെ സേവനം സ്വയം ഭഗവാൻ ചെയ്യുന്നു. അമൃതവേളയിൽ എഴുന്നേൽപ്പിക്കുന്നു, ഭോഗ് വയ്ക്കുന്നു, ഉറക്കുന്നു. റെക്കോർഡ്, അതായത് പാട്ട് കേട്ട് ഉറങ്ങുകയും പാട്ട് കേട്ട് ഉണരുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ഓമനകളും സർവശ്രേഷ്ഠ ഭാഗ്യശാലിയും നമ്മൾ ബ്രാഹ്മണരാണ്. ഈ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ സദാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കൂ. കേവലം ബാബയുടെ ഓമനകളാകൂ, മായയുടേതല്ല. ആരാണോ മായയുടെ ഓമനകൾ ആകുന്നത് അവർ വളരെയധികം അസ്ഥിരത കാണിക്കുന്നു. സ്ലോഗൻ: തൻ്റെ ഹർഷിത മുഖത്തിലൂടെ സർവപ്രാപ്തികളുടെയും അനുഭൂതി ചെയ്യിക്കുന്നതാണ് സത്യമായ സേവനം. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. അശരീരി ആവുക എന്നാൽ ശബ്ദത്തിനുപരി പോവുക എന്നർത്ഥം. ശരീരം ഉണ്ടെങ്കിൽ ശബ്ദമുണ്ട്. ശരീരത്തിന് ഉപരി ആവുകയാണെങ്കിൽ സൈലൻസ് ആണ്. 1 സെക്കൻഡിൽ സർവീസിൻ്റെ സങ്കല്പത്തിൽ വന്നു 1 സെക്കൻഡിൽ സങ്കല്പത്തിനുപരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. കാര്യങ്ങൾക്ക് വേണ്ടി ശാരീരിക ബോധത്തിൽ വരണം, പിന്നെ സെക്കൻഡിൽ അശരീരി ആകണം. എപ്പോഴാണോ ഈ ഡ്രിൽ ഉറച്ചതാകുന്നത് അപ്പോൾ എല്ലാ പരിതസ്ഥിതികളെയും നേരിടുവാൻ സാധിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് 1 സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ
ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.